ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 33-ഉം 34-ഉം വാക്യങ്ങൾ. യോഹന്നാൻ 18-ന്റെ 33-ഉം 34-ഉം. പീലാത്തോസ് പിന്നെയും ആസ്ഥാനത്തിൽ ചെന്ന് യേശുവിനെ വിളിച്ചു, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചു. അതിന് ഉത്തരമായി യേശു, ഇത് നീ സ്വയമായി പറയുന്നതോ മറ്റുള്ളവർ എന്നെക്കുറിച്ച് നിന്നോട് പറഞ്ഞിട്ടോ എന്ന് ചോദിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ന്യായവിധി ഏൽക്കുന്ന ന്യായാധിപനായി കർത്താവിനെ നമ്മൾ കാണുന്നു. ഒരു നീതിന്യായ വിചാരണ കോടതിയിൽ സംഭവിച്ച തികച്ചും അസാധാരണമായ സംഭവങ്ങളാണ് ഈ വേദഭാഗത്തിൻ്റെ ഇതിവൃത്തം. യേശുവിൻ്റെ വിചാരണ വേളയിൽ പീലാത്തോസും യേശുവും തമ്മിലുള്ള ചുരുങ്ങിയ സംഭാഷണം, പീലാത്തോസിൻ്റെ മനോമുകുരത്തിൽ നിന്ന് നൽകിയ വെല്ലുവിളികൾ അയാൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ പീലാത്തോസ് ഒരു ധന്യമായി തീർന്നേനെ. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ ഒരു സംഭാഷണ ശകലം. ഇവിടെ ഒന്നാമത് പീലാത്തോസ് തൻ്റെ ആസ്ഥാനത്തിലേക്ക് പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? അതിന് യേശു പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഇത് പീലാത്തോസ് സ്വയം കണ്ടെത്തിയതാണോ അതോ മറ്റാരുടെയെങ്കിലും അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ പീലാത്തോസ് ഒരു പ്രതിധ്വനിയായതാണോ എന്നാണ് കർത്താവ് ചോദിച്ചതിന്റെ അർത്ഥം. ഇത് പീലാത്തോസിൽ നിന്നും മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് യേശു തമ്പുരാൻ ചോദിച്ചതായിരുന്നതല്ല. പിന്നെയോ പീലാത്തോസിന് ഒരാത്മവിചാരമുണ്ടാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചോദിച്ചത്. ഒരു യഹൂദനല്ലാതിരുന്ന പീലാത്തോസിന് യഹൂദരുടെ രാജാവ് എന്നത് വലിയ ഗൗരവമുള്ള കാര്യമൊന്നുമല്ല. റോമൻ സാമ്രാജ്യത്തിനൊരു ഭീഷണിയായി കർത്താവ് തീർന്നിരുന്നുവെങ്കിൽ ഗവർണർ തീർച്ചയായും അതിനു മുൻപ് അതറിഞ്ഞ് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ട്. ആരാണ് ഈ ചോദ്യം പീലാത്തോസിനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്? ഈ ശബ്ദം പീലാത്തോസിൻ്റെതാണോ അതോ മറ്റ് വല്ലവരുടേതുമാണോ? സ്വകാര്യ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് സ്വാവബോധത്തെയും ആളത്തങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ്. രണ്ടാമത്, നീ യഹൂദരുടെ രാജാവാണോ എന്ന് പീലാത്തോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ രാഷ്ട്രീയ അർത്ഥത്തിലുള്ള രാജാവാണോ എന്നാണ് അന്വേഷിച്ചത്. പക്ഷെ യേശു മറുപടി നൽകുന്നത് വ്യത്യസ്ത തലത്തിൽ നിന്നാണ്. അതെ, ഞാൻ രാജാവാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. തനിക്ക് വേണ്ടി പോരാടാൻ ചേവകരില്ല എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ രാജ്യം ഈ ലോകത്തിൽ നിന്ന് ഉദയം ചെയ്യുന്നതോ ഈ ലോകരീതിയിൽ സംരക്ഷിക്കപ്പെടുന്നതോ ഈ ലോകത്തിൽ മാത്രം പരിമിതപ്പെടുന്നതോ അല്ല. 3, യേശു വിഭാവന ചെയ്യുന്ന രാജ്യം സ്ഥാപിക്കപ്പെടുന്നത് സത്യത്തിൻ്റെ അടിത്തറ മേലാണ്. താൻ ഈ ലോകത്തിൽ വന്നത് സത്യത്തിന് സാക്ഷി നൽകേണ്ടതിനാണ് എന്ന് യേശു പറയുന്നു. സത്യത്തിന് വേണ്ടി സാക്ഷിയാകുക എന്നാൽ രക്തസാക്ഷിയാവുക എന്ന ആക്ഷരിക അർത്ഥത്തിലാണ് യേശു സംസാരിച്ചത്. ഇത് സർവ ശിഷ്യരുടെയും മുൻപിലുള്ള വെല്ലുവിളിയാണ്. സത്യത്തിൽ നിന്നുള്ളവർ യേശുവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കും. സത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നത് ചില സന്ദർഭങ്ങളിൽ വളരെ അപകടകരമായ കാര്യമായേക്കാം. സത്യം സംസാരിക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നത് അപകടകരമെന്ന് അറിഞ്ഞിട്ടും അതിനുവേണ്ടി നിലനിൽക്കുന്നതാണ് യഥാർത്ഥ സാക്ഷ്യം. അതുകൊണ്ടാണ് സത്യത്തിൻ്റെ സാക്ഷിയാകുന്നത് രക്തസാക്ഷിത്വത്തിന് തുല്യമെന്ന് പറയുന്നത്. യേശുവാണ് സത്യത്തിൻ്റെ യഥാർത്ഥ ജീവനുള്ള രക്തസാക്ഷി. ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന
മറ്റ് ചില കാര്യങ്ങൾ അവിശുദ്ധ ഗൂഢാലോചനകളുടെയും തന്ത്രങ്ങളുടെയും വക്താക്കളായി നമ്മൾ തീർന്നു പോകുന്നുണ്ടോ? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നമ്മെ കൊണ്ട് പറയിച്ച് നമ്മളെ നാം അല്ലാതാക്കി തീർക്കുന്ന അപജയങ്ങൾ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അധികാര മത്സരങ്ങളുടെ പരക്കം പാച്ചിലുകളിൽ അടിസ്ഥാന മനുഷ്യത്വം വിസ്മരിക്കപ്പെടുകയും വ്യക്തിഹത്യകൾ സംഭവിക്കുകയും ചെയ്യുന്ന ഭൗതിക സാഹചര്യങ്ങളിൽ അവയിൽ നിന്നും വിരമിച്ച് ക്രൂശിന്റെ ചുവട്ടിൽ യേശുവിന്റെ അധികാരത്തിന് നമ്മെ സമർപ്പിക്കുകയും ദൈവരാജ്യത്തിന്റെ ദാസ്യ ശുശ്രൂഷ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുമോ? ഭോഷ്കിന്റെയും അസത്യത്തിന്റെയും ഉപാസനകൾ നമ്മളെ ദൈവത്തിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടോ? നമുക്ക് യേശുവിലൂടെ ദൈവദൃഷ്ടിയിലേക്ക് മടങ്ങി വരുന്നതിന് സാധിക്കുമോ? മഹാപുരോഹിതന്റെ കൊട്ടാരമുറ്റത്ത് നിന്ന് യേശു ആനയിക്കപ്പെട്ടത് പിലാത്തോസിന്റെ മുൻപിലേക്കാണ്. പിലാത്തോസിന്റെ ന്യായാസനത്തിന് മുൻപിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. എന്നാൽ പിലാത്തോസും യേശുവും തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പിലാത്തോസ് ആ വാക്കുകൾക്ക് ശരിയായ ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അയാൾക്ക് വലിയ സ്വാധീനമുണ്ടാകുമായിരുന്നു. അനുവാചക ചിന്തയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയ വാക്കുകൾ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ വളരെ വലുതാണ്. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതം ദാനമായി നൽകിയല്ലോ, നന്ദിയോടെ സ്തോത്രം. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. ആലോചന നൽകി വഴി നടത്തണമേ. സത്യത്തിൻ്റെ വക്താക്കളായി നേരിൻ്റെ അനുഭവമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പാതയിൽ നടക്കുവാൻ, ജീവിപ്പാൻ സഹായിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും കൃപയും കാവലും നമ്മേവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.